മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ കോശങ്ങളും കോശജാലങ്ങളും എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കിയാലോ. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കോശത്തിന്റെ വിവിധ ഘടകങ്ങൾ, അതിലെന്തെല്ലാം കോശത്തിന്റെ അകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്താ നോക്കണം. അപ്പോൾ ഈ ജൈവ കണങ്ങളിലെ അപ്പോൾ നമ്മളെ സസ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ജൈവ കണങ്ങളുള്ളൂ. അപ്പോൾ ജൈവ കണങ്ങൾ നമ്മൾ സസ്യങ്ങൾ നമ്മളോട് പറയും, അയ്യേ നിങ്ങൾക്കൊന്നും ജൈവ കണങ്ങളില്ലല്ലോ, ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ജൈവ കണങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ജൈവ കണങ്ങൾ, എന്താണ് ഇവരുടെ ഡ്യൂട്ടി നോക്കാം. ഇവരെ ആഹാരം നിർമ്മിക്കുകയും ചെയ്യും, സംഭരിക്കുകയും ചെയ്യും. അതായത് ഇവരുടെ അടുക്കളയും സ്റ്റോർ റൂമൊക്കെയാണ് കേട്ടോ എന്ന് വിചാരിക്കാം. നമ്മൾ അടുക്കളയും എന്തുണ്ടാക്കുക, അടുക്കള നമ്മൾ ആഹാരം നിർമ്മിക്കും അല്ലേ, സംഭരിക്കുക എവിടെ, നമ്മൾ സ്റ്റോർ റൂമിലല്ലേ. അതേപോലെ ഈ ചെടികളിലെ കിച്ചണും സ്റ്റോർ റൂമും ഒക്കെയാണ് ഈ ജൈവ കണങ്ങൾ നമുക്ക് പറയാം. കാരണം നമുക്കറിയാം, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്കറിയാം. നമ്മൾ ജന്തുക്കൾ, നമ്മൾ മൃഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ, ഇല്ല. നമ്മൾ ഈ സസ്യങ്ങളിൽ, അതായത് ഈ ചെടികളെയും മരങ്ങളെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെയൊക്കെ അങ്ങനെ എന്താ പറയുക, അവരിൽ നിന്ന് കിട്ടുന്ന ഒന്നുമില്ലെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമ്മൾ കഴിക്കുന്നത് ഈ ഫുഡൊക്കെ നമ്മൾ സസ്യങ്ങൾ നേരിട്ട് കഴിക്കും. അല്ലെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മളെ ഇപ്പോൾ ബീഫ് ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും അവരെന്താ കഴിക്കുന്നത്, അവർ സസ്യങ്ങളല്ലേ കഴിക്കുന്നത്, ആ മൃഗങ്ങളൊക്കെ. അപ്പം നമ്മൾ എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനോ അത് സംഭരിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. നമ്മൾ സംഭരിക്കും നമ്മളെ വയറിൽ അല്ലേ, ആ ഉണ്ടാക്കാനല്ല, സ്വന്തമായിട്ട് തനിയെ നിർമ്മിക്കുകയാണ്. അത് ആർക്കേ ആവുള്ളൂ, ഈ സസ്യങ്ങൾക്കേ ആവുള്ളൂ. അതിനവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ജൈവകണങ്ങൾ. അപ്പോൾ ഈ ജൈവകണങ്ങളാണ് ആഹാരം നിർമ്മിക്കുകയും ചെയ്യും, അതുപോലെ സംഭരിക്കുകയും ചെയ്യും. ആരേലും മാത്രമേ ഉള്ളൂ, ഇത് സസ്യകോശങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇനി വിവിധ തരം ജൈവകണങ്ങൾ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. പല തരത്തിലുള്ള ജൈവകണങ്ങളുണ്ട്. എല്ലാവർക്കും ഒരേ ഡ്യൂട്ടി ആവില്ലല്ലോ, പലവർക്കും പല ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിൽ ആരൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ വിവിധ തരം ഇതില് ആദ്യത്തെ വരുന്നതാണ് ഹരിത കണങ്ങളുണ്ട്, വർണ്ണ കണങ്ങളുണ്ട്, ശ്വേത കണങ്ങളുണ്ട്. ഹരിത കുട്ടികളുടെ പേര് കേട്ടില്ലേ, ഹരിത, വർണ്ണ കുട്ടിയുടെ പേര്. അതുപോലെ ശ്വേത, 3 പെൺകുട്ടികളെ പേരാണ്, ജൈവ കണങ്ങളെ പെൺകുട്ടികളാണെന്ന് വിചാരിക്കാം. അപ്പോൾ 3 പെണ്ണുങ്ങളാണ് ഹരിതയും വർണ്ണയും ശ്വേതയും. ഹരിത, നമ്മളെ ഹരിത കർമ്മസേന എന്നൊക്കെ കിട്ടില്ലേ, അവരുടെ ഡ്രസ്സിന്റെ കളറൊക്കെ എന്താ, പച്ച കളറാണല്ലേ. അപ്പൊ നമ്മൾ ഹരിത എന്ന് പറഞ്ഞാൽ ഹരിതാപമായ നമ്മൾ പറയില്ലേ, ഹരിത എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് എന്താണ്, പച്ച എന്നാണ് അല്ലേ. അപ്പോൾ ഈ പച്ച കളർ എവിടെ ഉണ്ടാകും, ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളാണ് ഇവ. അപ്പൊ ഇലകളിലുണ്ട്, തണ്ടുകളിലുണ്ട്, പച്ചയുണ്ട് അവരുടെ. ഇനി ഈ പച്ച, അവർക്ക് എവിടുന്നായി പച്ച കളർ കിട്ടുന്നത്, അവയിലെ ഒരു ഹരിതകം, എന്താണ് ഹരിതകണങ്ങൾ, ഹരിതകം. ഇതൊരു വർണ്ണകം ഒന്ന് നിറം കൊടുക്കുന്ന ഒരു സാധനം. അപ്പോൾ ഈ ഹരിതകണങ്ങളിൽ എന്തുണ്ട്, ഹരിതകം എന്ന് പറഞ്ഞിട്ട് ഒരു വർണ്ണകം ഉണ്ട്. ഈ ഹരിതകം എന്ന് പറഞ്ഞ വർണ്ണകമാണ് ഇവർക്ക് പച്ച കളർ കൊടുക്കണം കേട്ടോ. ഇനി ഇവരെങ്ങനെയാ നമ്മൾ ഫുഡ് ഭക്ഷണം ഉണ്ടാക്കണവരെ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കും. സൂര്യനിലെ പ്രകാശത്തിനൊക്കെ അവര് ഇങ്ങോട്ട് വന്നിട്ട് അതിനൊക്കെ സ്വീകരിച്ച് ആഗിരണം ചെയ്തിട്ട് അതുകൊണ്ടാണ് അവർ എന്തുണ്ടാക്കണത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഫോട്ടോസിന്തസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിനൊക്കെ ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പൊ ഹരിതകം, വർണ്ണകം, ഇല, തണ്ട്, പച്ച, ഇതൊക്കെയാണ് അതിലെ പോയിന്റ്സ് വരുന്നത്. അടുത്തതാണ് വർണ്ണകണങ്ങൾ. വർണ്ണാഭമായതാണ്. പല കളറ്, പച്ച, നീല, മഞ്ഞ, ചുവപ്പ്, പല കളറാണ് കേട്ടോ. അപ്പോ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ കേട്ടോ, ഇതാണ് മെയിൻ ആയിട്ടുള്ള നിറങ്ങള്. എന്താണ് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ. അപ്പോൾ പച്ച, നീല എന്നൊക്കെ ഞാൻ കുറച്ചും കൂടി ഒരു ഓളത്തിന് പറഞ്ഞതാട്ടോ. അപ്പോൾ പല നിറങ്ങളിൽ ചെടികളിൽ അവരുടെ പഴങ്ങളും പൂക്കളൊക്കെ പല കളറിൽ കാണാൻ പറ്റില്ലേ. അപ്പോൾ അങ്ങനെ പല കളറിൽ പഴങ്ങളിലും പൂക്കളൊക്കെ കാണുന്നുണ്ട്, പല നിറങ്ങൾ. മെയിനായിട്ട് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ. ചുവപ്പ് നിറമുണ്ട്, ഓറഞ്ച് നിറമുണ്ട്, മഞ്ഞുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത് അതിൽ പല വർണ്ണകങ്ങൾ ഇവർക്കുണ്ട്. എന്തിനാ അപ്പം അങ്ങനെ പല വർണ്ണാഭമായിട്ട് ഇവര് പല കളറില്. ഇപ്പൊ നമ്മളൊരു പൂരത്തിനൊക്കെ പോയാല് ബലൂണൊക്കെ കാണുമ്പോൾ പല നിറത്തില് ബലൂൺ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ പച്ച ബലൂൺ മാത്രം, ചുവപ്പ് ബലൂൺ മാത്രം, അങ്ങനെയല്ലല്ലോ. പച്ച, നീല, ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, അങ്ങനെ പല കളറാവില്ലേ. എന്തിനാണ്, കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അത് കാണുന്ന കുട്ടികൾക്ക് ബലൂൺ എനിക്ക് വാങ്ങിക്കണം എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് പല കളറിൽ ബലൂണിന്റെ കച്ചവടക്കാർ അങ്ങനെ ചെയ്യില്ലേ. അതേപോലെ ഇവിടെ നമുക്ക് പല നിറം എന്തിനാ അറിയോ, ഈ ചെടികള് അവർക്ക് ആകർഷിപ്പിക്കണം. ആരിനെ, ഈ ചെടികൾ
ജീവികളെയോ വണ്ടുകളെയോ പ്രാണികളെയോ ഒക്കെ അവരേക്ക് വരണം. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് പരാഗണം നടത്തണം, അവർക്ക് വിത്ത് വിതരണം നടത്തണം. അപ്പോൾ അവർക്ക് ഈ വണ്ടുകളോ അല്ലെങ്കിൽ പ്രാണികളോ ഈ പൂമ്പാറ്റകളോ അങ്ങനെയൊക്കെ ഇവരൊക്കെ അവരേക്ക് വരണം. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയുക വലിയ ഒരു കളറൊന്നും ഇല്ലാത്ത എന്താ പറയുക ഒരു ഉഷാറില്ല നിന്നാൽ ഈ വണ്ടുകളോ പ്രാണികളൊക്കെ വരുമോ? ഇല്ല. അവർ പലതരം നിറങ്ങൾ കണ്ടിട്ട് ആകർഷകമായിട്ട് വരണം. അപ്പം നല്ല കളർഫുൾ ആവണം. അതാണ് നമ്മളെ വർണ്ണകണങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് ശ്വേതക്കുട്ടിയിലെ നല്ല വെളുത്തതാണ്. ഒരു ശ്വേത വെളുത്തതും കുറച്ച് ഒരു നിറമൊന്നും ഇല്ലാത്ത, പ്രത്യേകിച്ച് ഒരു നിറവും ഇല്ലാത്തൊരു ശ്വേതയുണ്ട്. മെയിനായിട്ട് വെളുത്തതാണ്. ശ്വേത പറഞ്ഞാൽ വെളുത്തതെന്ന് മീൻസ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഇവരുടെ ഡ്യൂട്ടി? എന്താണ്? വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ. വിത്ത്, വേര്, തണ്ട്. വിത്ത്, വേര് രണ്ടിലും വെച്ചിട്ടുണ്ട്. വിത്തിനും വേരിനും തണ്ടുകൾക്കും കാണപ്പെടുന്ന ചിലപ്പോൾ വെളുപ്പുണ്ടാവും, ചിലപ്പോൾ വലിയ നിറമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ജൈവകളാണ് നമ്മുടെ ശ്വേതഗണങ്ങൾ. ഇനി ഇവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ? ഇവര് സ്റ്റോർ റൂമാണ് നമ്മളെ ശ്വേതഗണങ്ങൾ. അവര് എങ്ങനെയാണ് എന്താ സ്റ്റോർ ചെയ്യണത്? അന്നജം, എണ്ണ, പ്രോട്ടീൻ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമിന് ഇപ്പോൾ വലിയ നിറം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു വെയിറ്റ് വാഷാണ് ചെയ്യുക, അത് വെള്ളം വലിക്കാറില്ലേ, അങ്ങനെയൊക്കെ ആലോചിക്കുക. അപ്പോൾ ആ സ്റ്റോർ റൂമിൽ അവിടെ സൂക്ഷിച്ച് വെക്കുന്ന എന്തൊക്കെയാണ്, സംഭരിക്കുന്നത് എന്തൊക്കെയാണ്? അന്നജമുണ്ട്, എണ്ണുണ്ട്, പ്രോട്ടീൻ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ജൈവകണങ്ങൾ എന്താണെന്ന് മനസ്സിലായി. സസ്യങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 3 തരം ജൈവകണങ്ങൾ പരിചയപ്പെട്ടു: ഹരിത, വർണ്ണ, ശ്വേത. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ജസ്റ്റ് നോക്കാം. ഇതാ നമ്മൾ ജൈവകണം ഹരിത ഉണ്ട്, വർണ്ണ ഉണ്ട്, ശ്വേത ഉണ്ട്. അതിൻ്റെ നിറം ഒന്നിൻ്റെ പച്ച. ഹരിത പച്ചയാണ്, വർണ്ണ പല നിറങ്ങളുണ്ട്, ശ്വേതയിൽ വെള്ള നിറമില്ല. ഇതിൻ്റെ സ്ഥാനം ഹരിത പറഞ്ഞാൽ ഇലയിലും തണ്ടിലും കാണപ്പെടുന്നുണ്ട്. വർണ്ണം പറഞ്ഞാൽ പൂവിലും പഴത്തിലാണ് കാണുന്നത്. ശ്വേത വിത്തിലും വേരിലും തണ്ടിലും കാണുന്നുണ്ട്. ഇനി ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഹരിതത്തിൻ്റെ ആഹാര നിർമ്മാണമാണ് ധർമ്മമെങ്കിൽ പരാഗണവും ആകർഷണമാണ് നമ്മളെ വർണ്ണകണങ്ങളുടെ ധർമ്മം. ആഹാര സംഭരണമാണ് നമ്മളെ സ്റ്റോർ റൂം. ആരാണ്? ശ്വേതകണങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും ജൈവകണങ്ങൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളെ ഫേനവും റൈബോസോമുമാണ്. എന്താണ് ഫേനം നോക്കാം. ഫേനം എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചിയാണ്. ആലോചിക്കാം, കോശത്തിൻ്റെ അകത്തുള്ള വലിയൊരു സഞ്ചിയാണ്. കണ്ടോ, അവിടെ ഒരു സഞ്ചി കണ്ടോ? അങ്ങനത്തെ ആ ഒരു സഞ്ചിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ സഞ്ചിയോ ബാഗോ എന്തിനാണ് നമ്മൾ സൂക്ഷിക്കുക? നമ്മൾ ഉപയോഗിക്കുക എന്തിനാണ്? നമ്മൾ അതിൽ സ്റ്റോർ ചെയ്തില്ലേ. നമ്മൾ സാധാരണ ബാഗിലൊക്കെ എന്താണ്ട് നമ്മൾ സാധാരണ കിട്ടുവയ്ക്കില്ലേ. അപ്പോൾ ഈ ഫേനം എന്ന് പറഞ്ഞ ബാഗ് കേട്ടോ, ഫേനം ബാഗാണ്. ഫേനം എന്നുള്ള ആ ബാഗിൽ അവരെന്തൊക്കെയാണ് സൂക്ഷിച്ചു വയ്ക്കണമെന്ന് അറിയോ? അവര് ജലം, കുറെ വെള്ളം സൂക്ഷിക്കുന്നുണ്ട്, പോഷകങ്ങളുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഉള്ള എന്താണ് മാലിന്യങ്ങളും അവിടെ സംഭരിക്കുന്നുണ്ട്. അത് ശരിയായില്ല അല്ലേ? ജലവും പോഷകങ്ങളും കൂടെ ചിലപ്പോൾ വേറെ കളിയിലായിരിക്കും. ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ വേറെ അറകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ വിചാരിക്കാം. അപ്പോൾ ഈ ഫേനം എന്ന് പറഞ്ഞാൽ ജലവും പോഷകങ്ങളും മാലിന്യമൊക്കെ സംഭരിക്കുന്നുണ്ട്. സസ്യകോശങ്ങളിലെ പൊതുവെ വലിയ ഫേനങ്ങൾ ഉണ്ടാവുക. കാരണം അവരല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കണത്, അവരല്ലേ സംഭരിക്കുന്നത്, അവർക്ക് വലുത് വേണ്ടേ, പോഷകങ്ങളൊക്കെ കുറെ ഉണ്ടാക്കി വെക്കുന്നവരല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഫേനം എന്തായിരിക്കും? വലിയതായിരിക്കും. അതുപോലെ അവർ മെയിനായിട്ട് എന്താണ് നമ്മളെ പോഷകങ്ങളും ജലവും മാലിന്യങ്ങളൊക്കെ അവരവിടെ സംഭരിച്ച് വെക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി അടുത്ത ആളാണ് റൈബോസോം. എന്താണ്? ഇവര് സ്വതന്ത്രമായിട്ട് കാണും, അല്ലെങ്കിൽ അന്തർദ്രവ്യജാലിക. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അന്തർദ്രവ്യജാലിക എന്താന്നൊക്കെ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവരോട് ചേർന്ന് കാണും, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് കാണും. ഇനി ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്താണെന്ന് അറിയോ? ഇവർ പ്രോട്ടീൻ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. എന്താണ്? പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണ്. അതായത് ഇവർ പ്രോട്ടീൻ ഫാക്ടറിയൊക്കെ നമുക്ക് പറയാം, അത് ഫാക്ടറി എന്ന് പറയാം. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്താണ്? പ്രോട്ടീൻ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും ഇവർ. മനസ്സിലായോ? അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണം ആരാണ്? റൈബോസോമാണ്. പിന്നെ എന്താണ്? അവർ ചിലപ്പോൾ സ്വന്തമായിട്ട് കാണാം, അല്ലെങ്കിൽ അവരെ അന്തർദ്രവ്യജാലികനോട് ചേർന്നിട്ട്. നമ്മളെ റൈബോസോമിന്റെ ചങ്ക് ഫ്രണ്ടാണ് അന്തർദ്രവ്യജാലിക. രണ്ടുപേരും ചങ്കുകളെന്ന് ആലോചിക്കാം. അപ്പോൾ എപ്പോഴും അവനോട് അന്തർദ്രവ്യജാലിനോട് അവനോട് ചേർന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇപ്പോൾ ഫേനം പറഞ്ഞാൽ ഒരു പാത്രം പോലെയാണ്. ആ പാത്രത്തിൽ എന്തൊക്കെ സൂക്ഷിക്കും? നമ്മളെ ജലവും പോഷകങ്ങളും മാലിന്യങ്ങളൊക്കെ സൂക്ഷിക്കും. റൈബോസോം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രോട്ടീൻ ഫാക്ടറിയാണ്. ഇനി അടുത്തതാണ് നമുക്ക് അപ്പോൾ ഇത്ര കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് സസ്യകലകളെ കുറിച്ചിട്ടാണ് പഠിക്കാണ്. സസ്യകലകൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് അടയാളപ്പെടുത്താൻ നമുക്ക് പഠിക്കാം. ആദ്യം കലകളെ കുറിച്ചിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് അവിടെ കയറാം കേട്ടോ. അപ്പോൾ സമാനമായ കോശങ്ങളുടെ സമൂഹത്തെ കോശജാലം അല്ലെങ്കിൽ കലകൾ എന്ന് പറയും.
അതായത് ഒരേപോലെ കോശങ്ങൾ, ഇതൊരു കോശം, ഇതൊരു കോശം, ഇതൊരു കോശം, ഇതൊരു കോശം, ഇങ്ങനെ ഒരു സമൂഹം, ഒരു കുറേ കോശങ്ങൾ ഇങ്ങനെ കൂടി കൂടി നമുക്ക് എന്താ പറയുക, നമ്മൾ കല എന്ന് പറയും. കല അല്ലെങ്കിൽ കോശജാലം എന്ന് പറയും. എന്താണ് കോശജാലം അല്ലെങ്കിൽ കലകൾ എന്ന് പറയും. മനസ്സിലായല്ലോ? കോശജാലം അല്ലെങ്കിൽ കല സമാനമായ കോശങ്ങളുടെ സമൂഹം കേട്ടോ. സമാന കോശങ്ങളുടെ സമൂഹത്തിന് നമുക്ക് പറയാം കോശജാലം അല്ലെങ്കിൽ കലകൾ എന്ന് പറയാം. ഇനി വിവിധ തരം കലകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, 3 കൈമകളാണ്. നമ്മൾ കൈമ അരിയൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മൾ കൈമ അരി ഉപയോഗിക്കും അല്ലേ? അങ്ങനെ ഒരു കൈമ അരിയാണെന്നാല് അങ്ങനെ ഒരു കൈമ ആണ് എന്താ നമ്മളെ പാര ചെയ്യണം. പാര വെക്കുന്ന ആളാണ് പാരൻ കൈമ. എന്താണ് പാര. അതുപോലെ കോള, നമ്മൾ കൊക്കോള അല്ലേ കോള. പിന്നെ സ്ക്ലീറ, പാര, കോള, സ്ക്ലീറ. നല്ല പേരുകൾ അല്ലേ? കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന പേരാണല്ലേ? പാര, കോള, സ്ക്ലീറ. ഇനി ആദ്യത്തെ ആളാണ് പാര വെക്കാൻ ഇഷ്ടമുള്ള ആളാണെന്ന് വിചാരിക്കാം. ജീവനുള്ള കോശങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്താണ്? ജീവനുള്ള കോശങ്ങളാണ്. അതായത് ഇനി അടുത്തത് ഇവിടെ ജീവനുള്ള കോശങ്ങളുമാണ്. പിന്നെ കനം കുറഞ്ഞ കോശഭിത്തി ഉണ്ട്. ഇതിന്റെ കോശഭിത്തിക്ക് വലിയ കനമൊന്നുമില്ല. കോശഭിത്തി കനം കുറഞ്ഞതാണ്. അതുപോലെ കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. കോശത്തിന്റെ അകത്തിനിടയിലേക്ക് ഇങ്ങനെ കോശാന്തര സ്ഥലങ്ങൾ കാണുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഇനി ചില ഭാഗങ്ങളിൽ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട്. ഇത്രയും 5 പോയിന്റ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ജീവനുണ്ട്. പാര വെക്കുമ്പോൾ ജീവൻ വേണ്ടേ? പാര വെക്കാൻ ഒരാൾ പാര വെക്കുകയാണെങ്കിൽ അയാൾ ജീവൻ ഇല്ലാതെ അയാൾക്ക് പാര വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ജീവനുണ്ട്. ഇനി ഈ പാര വെക്കുമ്പോൾ കനം കുറഞ്ഞ കോശഭിത്തി ആവണം. അപ്പുറത്തുള്ള ഇങ്ങനെ ഇയാള്, അതായത് നമുക്ക് വിചാരിക്കാം, നമുക്ക് ഇതെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു കോശത്തിനോട് പാര വെക്കണം എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഇങ്ങനൊന്നും അല്ല ശരിക്കട്ടോ. നിങ്ങൾക്ക് എന്താ പറയുക, മറക്കാതിരിക്കാൻ വേണ്ടി പറയണം. അപ്പോൾ ഈ കോശത്തിനോട് പാര വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഭിത്തി ഉണ്ടോ, ഈ കോശഭിത്തി, അത് വലിയ കനം കൂടിയതാണ്. ഇവിടേക്ക് പാര വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അത് കനം കുറഞ്ഞ ഭിത്തി വേണം. അപ്പോൾ പാര വയ്ക്കാൻ സുഖമായില്ലേ? യെസ്. ഇനി കോശാന്തര സ്ഥലങ്ങൾ കാണും. ഇവർക്ക് പാര വയ്ക്കാൻ കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് അവരെന്ത് ചെയ്യും? അവിടെയൊക്കെ പോയിട്ട് അവർ പാര വയ്ക്കും. അപ്പോൾ കോശങ്ങളല്ല, കോശാന്തര സ്ഥലങ്ങളുണ്ട്. അതായത് കോശങ്ങൾക്കിടയിൽ ചെറിയ സ്ഥലങ്ങളുണ്ട്. അതിനാണ് കോശാന്തര സ്ഥലം എന്ന് പറയാം. ഓക്കെ. ഇനി ഇവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ആള് പാര വയ്ക്കൊക്കെ ചെയ്യുമെങ്കിലും ഇവർക്ക് നല്ല ധർമ്മങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ഒന്നാമത്തെ ധർമ്മമാണ് പ്രകാശ സംശ്ലേഷണം. നമുക്കറിയാം അല്ലേ? പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചെടികൾ സൂര്യപ്രകാശവും വെള്ളവും വളവൊക്കെ ഉപയോഗിച്ചിട്ട് ആഹാരം പാകം ചെയ്യുന്ന ആ പ്രക്രിയ അല്ലേ? ഇനി ഈ പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാക്കിയ ആഹാരങ്ങൾ അവർ എന്ത് ചെയ്യും? സംഭരിക്കുകയും ചെയ്യും. അപ്പോൾ ആൾക്ക് തരക്കെടില്ല, പാര വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? ഇനി ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് എന്തുണ്ട്? വിഭജിക്കാനുള്ള കഴിവും കൂടി ഉണ്ട്. അതായത് ഒരു മുറിവുണ്ടാവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ വിഭജിച്ചിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടായി ആ മുറിവ് ഉണക്കാൻ അങ്ങനെയൊക്കെ സഹായിക്കണം കേട്ടോ. അപ്പോൾ ഇവർ പാര വയ്ക്കുകയാണെങ്കിൽ ഇവർക്ക് കുറച്ച് എന്താ പറയുക ധർമ്മങ്ങളും ഉണ്ട്. അപ്പോൾ പാരൻ കൈമനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി അടുത്ത ആൾക്ക് പോവാണ് നമ്മൾ കോളയാണേ. അപ്പോൾ കോളൻ കൈമയ്ക്കാണ് പോണത്. അപ്പോൾ കോള കുടിക്കണമെങ്കിൽ ജീവൻ വേണോ? ജീവൻ വേണ്ടേ? കോള കുടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ജീവൻ വേണമല്ലേ? കോള കുടിക്കാൻ ജീവൻ അല്ലാതെ കോളം കുടിക്കാൻ പറ്റുമോ? അപ്പോൾ ഇയാളും എന്താണ്? ജീവനുള്ള കോശങ്ങളാണ്. ഇനി എന്തുകൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിന്റെ കോശഭിത്തി നോക്കാം നമുക്ക്. സെല്ലുലോസ്, പെക്റ്റിൻ. അപ്പോൾ സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ കോളൻ കൈമ ഉണ്ടാക്കിയിരിക്കണം എന്ന് വിചാരിക്കല്ല ആണ്. ഇനി ഇവരെ കോളല്ലേ, ഇപ്പോൾ ചിലപ്പോൾ പുറത്തേക്കൊക്കെ അങ്ങനെ കുറച്ച് കട്ടിയില്ലാത്ത ഒരു എന്താ പറയുക ഭിത്തിയൊക്കെ ആണ്. കട്ടിയില്ലാത്ത കുപ്പി, തീരെ കനം കുറഞ്ഞാൽ ഒന്നുമില്ല, അങ്ങനത്തെ തുറന്ന കുപ്പിയിൽ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ ഭിത്തിയുള്ള കുപ്പിയിലൊക്കെ ആക്കിയാൽ അതിൻ്റെ ഗ്യാസൊക്കെ പോയി അത് പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നേ. അപ്പോൾ അതിൻ്റെ കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് നല്ല കട്ടി കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ചില ഭാഗങ്ങളിൽ കോശഭിത്തിയുടെ നല്ല കട്ടി കൂടുതലായിരിക്കും. ഇനി ഇവരുടെ എന്താ പറയുക, ഇവരുടെ ധർമ്മം എന്താ അറിയോ? സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ ഇവർ സഹായിക്കും. സസ്യങ്ങൾക്ക് നല്ല ആകൃതിയൊക്കെ വേണം. അല്ല ആകൃതി ഒന്നും ഇല്ലാത്ത ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ കോളെ കുറിച്ച് നല്ല ആകൃതി കിട്ടുന്ന ആലോചിക്കാം. അപ്പോൾ നല്ല ഷേപ്പൊക്കെ കിട്ടും. ആകൃതി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് നമ്മുടെ ഷേപ്പ്, ആകൃതി നമ്മൾ ഷേപ്പ് പറയാം. അപ്പോൾ കോള പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? നല്ല
ബലവും നല്ല എന്താ പറയുക ശക്തിയും ഒക്കെ നൽകിയിട്ട് നല്ല ഒടിയാതെ മഴയൊക്കെ വരും. അപ്പോൾ മഴയൊക്കെ വരുമ്പോൾ ഒടിയാതെ നിൽക്കണം. അപ്പോൾ കോള കുടിക്കൂ, ആകൃതിയിൽ നിർത്തൂ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയാം, അതിന് കോളൻ കൈമനോട് നമുക്ക് താരതമ്യം ചെയ്യാം. അപ്പോൾ നമ്മളെ പാരയും കഴിഞ്ഞു, കോളയും കഴിഞ്ഞു. രണ്ടുപേർക്കും എന്താണ് ജീവനുള്ളതായിരുന്നു അല്ലേ. ഇനി അടുത്തതാണ് നമ്മുടെ സ്ക്ലീറൻ കൈമ. സ്ക്ലീറയ്ക്ക് ജീവനില്ല കേട്ടോ, മറ്റു രണ്ടാണ് നിർജീവാണ്. ഇവിടെ പാവം ജീവനില്ലാതെ മരിച്ചു പോയവരാണ്. ആര്? ഡെഡാണ്, ഡെഡ് സെൽസ് ആണ് പറയാം. ആര്? നമ്മളെ സ്ക്ലീറൻ കൈമ. കേൾക്കുമ്പോൾ തന്നെ സ്ക്ലീർ എന്ന് പറഞ്ഞ ഒരു മരിച്ചവർ പോലെ തോന്നണില്ലേ. അപ്പോൾ ഇവർക്ക് മരിച്ചതല്ലേ, അപ്പോൾ ഇവരെ നല്ല കട്ടിയുള്ള പെട്ടിക്കൂട്ടിലാണ് ആക്കിക്കണം. അപ്പോൾ കട്ടി കൂടിയ കോശഭിത്തിയാണ് ഇവർക്കുള്ളത്. എന്താണ്? കട്ടി കൂടിയ കോശഭിത്തി ഇവർക്കുണ്ട്. ഇനി ഇവർ മരിച്ചാലും ഇവർക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. എന്താണ്? ഇവർ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയുള്ളതാണ്. നോക്ക്, ഇവിടെ ഇവരുടെ ഈ ഓരോ ഭാഗത്തും ഒരേപോലെ ഇവിടെയൊക്കെ കട്ടിയുള്ളത്. അതുകൊണ്ട് ഇവർ ദൃഢത താങ്ങ്. ഈ മരിച്ചാലും അവരെ കൊണ്ട് ആവുന്ന ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ട്. അവരെന്താണ്? അവർ ദൃഢത നൽകുന്നുണ്ട്. മരിച്ചത് നല്ലട്ട പറയേണ്ടത്, മരിച്ച സെല്ലെന്നൊന്നും എഴുതില്ലേ. നിർജീവമായത് അല്ല, ജീവനില്ലാത്ത കോശങ്ങളുടെ അടങ്ങിയ കലയാണ്. കല എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ ഒരു സമൂഹം. അപ്പോൾ ഈ ഇവിടെ സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞാൽ നിർജീവമാണ്. അതുപോലെ കട്ടി കൂടിയ കോശഭിത്തിയാണ്. അതുപോലെ പിന്നെന്താണ്? ഇവരുടെ ഡ്യൂട്ടി എന്താണ്? ദൃഢത താങ്ങ്. ഇത് രണ്ടും കൊടുക്കുന്നത് ആരാണ്? നമ്മളെ സ്ക്ലീറൻ കൈമയാണ്. മനസ്സിലായോ? ഇനി അപ്പോൾ നമുക്ക് ഇതാ മുകളിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഏതാണ് പാരൻ കൈമ, ഏതാണ് സ്ക്ലീറൻ കൈമ, ഏതാണ് കോളൻ കൈമ എന്നൊക്കെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. നമുക്ക് ആദ്യം ഇവിടെ പിക്ചർ തന്നിട്ടാണ്. അപ്പം ഇവിടെ നമുക്കിതാ ഇതാണ് നമ്മളെ മരിച്ചവരെ വയലറ്റ് കളറിലൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതാണ് നമ്മളെ സ്ക്ലീറൻ കൈമ. ഇനി എന്തിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ ആരാണ്? നമ്മളെ പാര വയ്ക്കുന്നവർ മുകളിൽ പാര വയ്ക്കുന്നവരല്ല, പാരൻ കൈമ ഇതാണ്. ഇടയിൽ സ്ഥലമൊക്കെ ഉള്ളത് ഇത് നമ്മളെ കോളൻ കൈമ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, കോളൻ കൈമ. ഇനിയും ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിച്ചിട്ടുള്ള കലകളാണ് അത് ലളിത കലകൾ എന്ന് പറയും. നമ്മൾ ലളിതകല എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ട കലകൾക്ക് നമുക്ക് എന്താ പറയാ? ലളിത കലകൾ. അപ്പോൾ ലളിതകല പറഞ്ഞാൽ അപ്പോൾ ഒരേ തരം എന്തായിരിക്കും? കോശങ്ങളായിരിക്കും. അപ്പോൾ വ്യത്യസ്ത തരം കോശങ്ങളാണ് ലളിതകല ആവോ? ഇല്ല. വ്യത്യസ്ത തരം കോശങ്ങളാണ് നമുക്ക് പറയാം. അത് കോംപ്ലക്സ് ആണ് പറയാം. അതായത് അത് സങ്കീർണ കലകളാണെന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ രണ്ട് പൈപ്പ് എന്തൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഒന്ന് സൈലവും ഒന്ന് ഫ്ലോയാണ്. സൈലം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ. നമ്മളെ ക്ലാസ് എടുക്കുന്ന ടീച്ചിങ് പ്ലാറ്റ്ഫോമില്ലേ, നിങ്ങൾ ക്ലാസ് ഒക്കെ കേൾക്കുന്ന സൈലം ഇല്ലേ, ആ സൈലത്തിൻ്റെ പേര് കട്ടെടുത്താണ്. അപ്പോൾ ഈ സൈലമാണ് ആ സൈലം. അപ്പോൾ ആ സൈലം അപ്പോൾ നമുക്ക് ആ പേരിനോട് നമുക്ക് ബന്ധിപ്പിച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യത്യസ്ത ആകൃതിയും വലിപ്പമാണ് ഇവർക്കുള്ളത്. വ്യത്യസ്ത ആകൃതിയും വലിപ്പവും ഒക്കെ ആണെങ്കിൽ അവരെ സങ്കീർണ കലകളാണ്. നമ്മൾ ലളിതകലയും ഉണ്ട്. ലളിതകലയുടെ നേരെ ഓപ്പോസിറ്റാണ് സങ്കീർണകല. സങ്കീർണകലക്ക് പറഞ്ഞാൽ വ്യത്യസ്ത ആകൃതി പിന്നെ വലിപ്പം ഇതൊക്കെയാണ്. അത് അവരുടെ ജോലിയൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ നമ്മൾ ലളിതകല ഒരേ ആകൃതിയും ഒരേ വലിപ്പം ഒരേ വെള്ള കലകൾക്കാണ് ലളിതകല എന്ന് പറയാം. അപ്പോൾ ഇനി ഇലകളിലേക്കുള്ള ജലം, ലവണം എന്നിവയൊക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ്. നമ്മളൊരു ചെടിയാണെങ്കിൽ ഈ ചെടിക്ക് വേരുണ്ട് ഇവിടെ കേട്ടോ. ഇതൊക്കെ വേരാണ്. ഇതിനിവിടെ ഇങ്ങനെ ഇലകളുണ്ട് എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ ഇലയും ഇങ്ങനെ ശാഖകളും കൊമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വേരിന്നൊക്കെ എടുത്ത് വെള്ളവും വളവും ലവണങ്ങളൊക്കെ എടുത്തിട്ട് മുകളിലേക്കുള്ള പൈപ്പാണ് നമ്മളെ സൈലം. അപ്പോൾ സൈലം എന്നുള്ള നിങ്ങൾ കാണുന്ന സൈലം, നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന സൈലത്തിൻ്റെ വീഡിയോസിൽ സൈലം എന്ന് പറഞ്ഞാൽ അവർ എന്താ ഉദ്ദേശിക്കുന്നത്? അവർ നിങ്ങളേക്ക് എത്തിച്ചു തരികയാണ്. കുട്ടികളേക്ക് ക്ലാസ് എടുത്തിട്ട് എല്ലാ അറിവുകളും എത്തിച്ചു തരിക എന്നാണ്. അപ്പോൾ ഇവിടെ അതേപോലെ ഈ ചെടികൾ എന്താ ഉദ്ദേശിക്കുന്നത്? ചെടികൾ എന്താ ചെയ്യുന്നത്? അവിടുന്ന് വെള്ളവും വളവും ലവണങ്ങളൊക്കെ എടുത്തിട്ട് ചെടിക്ക് വേണ്ടടത്തൊക്കെ എത്തിച്ചു കൊടുക്കുക. അതാണ് നമ്മളെ ആരുടെ ഡ്യൂട്ടി? സൈലത്തിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ സൈലവും ഫ്ലോയും എന്താണ്? സങ്കീർണ കലകളാണ്. ഈ ജലവും ലവണമൊക്കെ സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുകയാണ് ആരുടെ ഡ്യൂട്ടി? സൈലത്തിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഫ്ലോയത്തിൻ്റെ ഡ്യൂട്ടി ആദ്യം നമ്മൾ ഫ്ലോയും സൈലം നമ്മൾ പറയാം. നമ്മൾ എപ്പോഴും സൈലം ഫ്ലോയും എന്നാ പറയാം. അപ്പോൾ സൈലത്തിനെ ആദ്യം പറയാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? വേരുന്ന് വെള്ളവും വലമൊക്കെ എത്തിച്ചിട്ട് ഈ എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കും. അടുത്താണ് ഫ്ലോയം. അപ്പോൾ ഫ്ലോയത്തിൻ്റെ ഇവിടെ വെള്ളവും ലവണങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ട് നമ്മളെ ഇലകളിൽ എന്ത് ചെയ്യും? പ്രകാശ സംശ്ലേഷണമൊക്കെ നടന്ന് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കും. ഈ ഭക്ഷണം ഇലകളൊക്കെ ഉണ്ടാക്കി ഇലകളിൽ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ പിന്നെ സൈലം പറയും എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു, ഇനി ഞാൻ ചെയ്യില്ല, നിനക്ക് വേണ്ടൊക്കെ ഞാൻ കൊടുത്തു തന്നില്ലേ, ഇനി ആരച്ച കൊടുത്തോ എല്ലായിടത്തേക്കും വിതരണം ചെയ്യാൻ ഡെലിവറി ബോയ് ആണ് ആര്, നമ്മളെ ഫ്ലോയം. അപ്പോൾ ഫ്ലോയം ഇങ്ങനെ ഫ്ലോയം വന്നു, എല്ലാം ഇവിടെ നിന്ന് വിട്ട ആഹാരവും അവർ ഇലകളിൽ ഉണ്ടാക്കിയ ആഹാരത്തൊക്കെ എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കും. ഡെലിവറി ബോയ് ആണ്. തണ്ടിക്ക് വേണ്ട തണ്ടിക്ക് എത്തിച്ചു കൊടുക്കും, പിന്നെ വേരിക്ക് വേണ്ട വേരിക്ക് എത്തിച്ചു കൊടുക്കും. അതുപോലെ കൊമ്പുകൾ എവിടേക്കൊക്കെ ആഹാരത്തിൻ്റെ ആവശ്യമുണ്ടോ, വിശക്കുന്നവരെ കൂട്ടുന്നവനാണ് ഫ്ലോ എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ ഫ്ലോയും സൈലം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ആള് വീട്ടിലേക്ക്. അത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഡെലിവറി ചെയ്യുന്ന ആളാണ് ആര്, നമ്മളെ ഫ്ലോയും. അപ്പോൾ സൈലവും ഫ്ലോയും തമ്മിലെ ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ സൈലവും ഫ്ലോയും എന്ത് സെൽസാണ്, അത് രണ്ടും സങ്കീർണ കലകളാണ് കേട്ടോ, അതും കൂടി ഓർമ്മിച്ച് വെക്കണേ, സങ്കീർണ കലകളാണ്. അപ്പോൾ സങ്കീർണ കല എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വ്യത്യസ്ത ആകൃതിയും വ്യത്യസ്ത വലുപ്പവും ഒക്കെയാണ് അവർക്ക് ഉണ്ടാവുന്നത്, അവരുടെ ധർമ്മങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ നമ്മുടെ ഇത് പറഞ്ഞാൽ ലളിതകല എന്ന് പറഞ്ഞാൽ അവിടെ സെയിം ആയിരിക്കും, അതായത് അവിടെ വ്യത്യസ്തം ഉണ്ടാവില്ല, അവിടെ ഒക്കെ അവരുടെ ഡ്യൂട്ടി ഇതൊക്കെ അവരുടെ ഇതൊക്കെ സെയിം ആയിരിക്കും. ഇനി താഴെ ഒരു ടേബിളും തന്നിട്ടുണ്ട്, അതായത് സസ്യകലകൾ, സവിശേഷതയും ധർമ്മമൊക്കെ. അപ്പോൾ സസ്യകളിൽ നമുക്കറിയാം പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമയാണ്. നമ്മൾ ഇവിടെ പറഞ്ഞാൽ അതേ, ഞാൻ ഇത് നോട്ട് ആക്കിയിട്ടില്ല കാരണം ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഈ എന്താ പറയുക ദട്ടൻ തന്നിട്ടുണ്ട്, പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ പോയിന്റുകൾ ഇങ്ങോട്ടും എഴുതിത്താൽ മതി കേട്ടോ. നമ്മൾ ഓരോന്ന് പറഞ്ഞേ, പാരൻ കൈമ പറഞ്ഞാൽ ജീവനുള്ള കോശങ്ങളാണ്, അവിടെ നേരത്തെ കോശഭിത്തിയാണ്, കോശാന്തര സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ അവരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രകാശ സംശ്ലേഷണവും ആഹാര സംഭരണമാണ്. അതുപോലെ അടുത്തത് കോളൻ കൈമ എന്ന് പറഞ്ഞാൽ അവിടെ ജീവനുള്ള കല പറഞ്ഞാൽ സജീവകല, കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ കട്ടി കൂടുതലായിരിക്കും. ഇനി അവരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്ക് വഴക്കവും ബലവും താങ്ങും ഒക്കെ കൊടുക്കണമാണ്. അത് സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞാൽ ഇവിടെ നിർജീവമായ കലകളാണ്. സസ്യങ്ങൾക്ക് ദൃഢതയും ബലവും ഒക്കെ കൊടുക്കുന്നത് ആരാണ്, നമ്മുടെ സ്ക്ലീറൻ കൈമ നമുക്ക് പറയാം. ഇനി അടുത്തതാണ് മെരിസ്റ്റമിക കലകൾ. നമുക്ക് മെരിസ്റ്റമിക കലകളും പിന്നെ നമുക്ക് അടുത്ത ഒരു ജന്തുകോശം കൂടി പഠിക്കാണ്ട്, അതും കൂടി നമുക്ക് അടുത്ത ഒരു വീഡിയോയിലാക്കാം അല്ലേ, ഉടനെ ഇടും. കാരണം എല്ലാം കൂടി വലിയ വീഡിയോ ആകുമ്പോൾ എന്താ പറയുക, കാണാൻ നിങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചോദിക്കാനുണ്ടോ, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സമയം ഉണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.